അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, ഓ ഹെൻറിയുടെ കഥ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മെസ്സേജാണ് തരുന്നത്. അഭിനയം നന്നായിരിക്കുന്നു. രണ്ടാളും ഉണ്ണിമൂന്തനും അതെ, മറ്റേ അപർണ ബാലമുരളിയും നന്നായിരിക്കുന്നു. നല്ല രസമാണ്. നല്ല അത് അതിൻ്റെ എല്ലാം കൊണ്ടും നല്ല കുഴപ്പമില്ല. ഇന്നത്തെ കാലത്തിന് പറ്റിയ പടം തന്നെ പറ്റിയ പടം. ഉണ്ണിമുഖൻ ആക്ടിംഗ് ഒക്കെ നല്ലതായിരുന്നു. ഓവറോൾ കുഴപ്പമില്ല, നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല സിനിമ, കുഴപ്പമില്ല. നല്ല സിനിമ. പടത്തില് ഫാമിലി ഓഡിയൻസ് ആണ്, പറ്റിയ പടമാണ്. മൂവിയായിരുന്നു, ഫാമിലി മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്, നല്ലൊരു റൊമാൻറ്റിക് മൂവി കണ്ട ഫീലുണ്ട്. ഉണ്ണിമൂന്തൻ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി മൂവിയാണ്. കാരണം ഏതൊരു പ്രവാസിയും ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ ഒരു മൂവിയിലൂടെ കഥ പറയുന്നത്. ഒരു ലാഗുമില്ലാതെ അവരുടെ ഓർമ്മകളൊക്കെ നന്നായിട്ട് തന്നെ അത് പ്രസൻറ്റ് ചെയ്തു. ഉണ്ണിമുകുന്ദനൊക്കെ നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു. കാരണം എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാട്ടിലേക്കുള്ളൊരു മടക്കം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ഓരോ ഭാര്യമാരും, പ്രവാസിമാരുടെ ഓരോ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ മൂവിയിലൂടെ പറയുന്നത്. നല്ലൊരു ഫാമിലി മൂവി. നല്ല രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. രണ്ടുപേരും ഉണ്ണിമുകുന്ദൻ്റെ ഒരു വെറൈറ്റി ഒരു ഇതൊക്കെ കാണാൻ സാധിച്ചു. അപർണയുടെ അതുപോലെ തന്നെ നല്ലൊരു ഫാമിലി. അപ്പം പ്രവാസികൾക്ക് ഏറ്റവും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് നല്ലതായിരുന്നു. മെസ്സേജായിട്ടല്ല, ഫാമിലി എന്റർടൈൻമെന്റ് നല്ലതായിരുന്നു, അത്രേ ഉള്ളൂ. നല്ല പടമായിരുന്നു, റൊമാൻറ്റിക്കിൻ്റെ പടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ നല്ലൊരു സിനിമയാണ്. സൂപ്പർ ആക്ടിങ്. ഉണ്ണിമുകുന്ദൻ്റെ എല്ലാ വട്ടത്തും പോലെ നല്ല ആക്ടിങ് ആയിരുന്നു. ആണ്. ഇപ്പോഴത്തെ കാസ്റ്റിനെയൊക്കെ ബേസ് ചെയ്ത് കുറേ മോറലൊക്കെ ഉണ്ട്. പടം അത്ര ബോറല്ല, പക്ഷേ തമാശയൊന്നുമില്ല. വേറെ എടുക്കത്തക്ക ഒരു പ്രത്യേക ഒരു ഉപദേശം ആർക്കെങ്കിലും കൊടുക്കത്തക്ക ഒരു സീനല്ല. കണ്ടോണ്ടിരിക്കാൻ വെറുതെ കണ്ടോണ്ടിരിക്കാന്ന്. കൊള്ളാം. പടത്തില് ഒരു സാധാരണക്കാരൻ്റെ കഥ. നല്ല